ഇന്ന് രാത്രിയിൽ അനേക സബ്ജക്ട്സ് ഞാൻ വിട്ടുകളഞ്ഞുകൊണ്ട് ദാവീദിലേക്ക് ഞാൻ കടന്നു വരികയാണ്. നമ്മൾ വായിച്ചിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ വേഴ്സ് 32. ഗിദിയോൻ, ബാരാക്ക്, ശിംശോൻ, യിഫ്താഹ്, ദാവീദ്. പ്രൈസ് ഗാഡ്. സമയം പോരാ, ഒത്തിരി പേരുടെ കാര്യം പറയുന്നുണ്ട്. ഇവിടെ പറയേണ്ടത് ബാരാക്കിൻ്റെ കാര്യം പറയുന്നു. നിങ്ങൾക്കറിയാം, ഗിദിയോന് മുൻപ് ഇസ്രയേലിനെ ഭരിച്ചുകൊണ്ടിരുന്ന ന്യായാധിപനായിരുന്നു ബാരാക്ക്. ബാരാക്ക് ഒറ്റയ്ക്കല്ല യുദ്ധം ചെയ്തത്. പിന്നെയോ പ്രവാചകിയായിരിക്കുന്ന ദെബോരയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവർ യുദ്ധം ചെയ്യുകയും ദൈവം അത്ഭുതകരമായ രീതിയിൽ ഇസ്രയേൽ മക്കളെ വിടുവിച്ചു. അതാണ് രണ്ടാമത്തെ വ്യക്തി. മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ച് പറയുന്നത് ശിംശോൻ. നമുക്ക് ഒത്തിരി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ വിഷയങ്ങൾ വിടുന്നത്. നാലാമത്തെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആയതുകൊണ്ട് ഞാൻ ആ ക്യാരക്ടർ ഒന്ന് എടുക്കുകയാണ്. ദാവീദ്. ദാവീദിൻ്റെ വിശ്വാസം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദാവീദ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി. മനസ്സിലാക്കണം, ദാവീദ് എന്ന് പറയുന്നത് ഒരു സാധാരണപ്പെട്ട ഒരു ബാലൻ. വലിയ ക്വാളിഫിക്കേഷന് യാതൊന്നുമില്ല. എങ്കിലും ദാവീദിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ രാജാവായി വാഴുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. എന്തുകൊണ്ട്? ഒരു സാധാരണപ്പെട്ട വീട്ടിൽ ജനിക്കപ്പെട്ട ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് രാജാവാകുവാൻ സാധിച്ചു. അതുമാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ ഒത്തിരി ക്വാളിറ്റീസ് നമുക്ക് പറയുവാനുണ്ട്. ദൈവത്തിൻ്റെതായിരിക്കുന്ന ഏറ്റവും ആകുന്ന രീതിയിൽ ദാവീദ് ആയിത്തീർന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അതേ രീതിയിൽ ഒത്തിരി വീക്ക്നെസ് ദാവീദിൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്നല്ല, ഒരു മേജറായിരിക്കുന്ന പാപം ചെയ്തു. അതിനുശേഷം വീണ്ടും വീണ്ടും ദാവീദ് പാപം ചെയ്തു. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരിക്കൽ ചെയ്ത പാപം വീണ്ടും ആവർത്തിച്ചില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പാപം ചെയ്യുന്നു, ഒന്ന് ചെയ്ത് വീണ്ടും അടുത്ത ഒരു പാപം ചെയ്യുന്നു. എന്നാൽ ഒരിക്കൽ പാപമെന്ന് മനസ്സിലാക്കി വീണ്ടും വീണ്ടും ചെയ്യുന്നതാണ് ഒരു വലിയ പരാജയമായി തീരുന്നത്. എന്നാൽ ഇവിടെ ദാവീദിൻ്റെ വിശ്വാസം എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം ഞാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു 4 ഭാഗങ്ങളായിട്ട് ദാവീദിൻ്റെ വിശ്വാസം വെളിപ്പെടുത്തപ്പെട്ട 4 മേഖലകൾ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ദാവീദിൻ്റെ ഫെയ്ത്ത് വെളിപ്പെടുത്തപ്പെട്ട 4 മുഖ്യ സാഹചര്യങ്ങൾ, 4 മേഖലകൾ, 4 മുഖാന്തരങ്ങളല്ല. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദാവീദാണ് സങ്കീർത്തനം ഏറ്റവും അധികമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നത്. ഓരോ സങ്കീർത്തനങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം വ്യക്തമായിട്ട് ദാവീദ് വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായിരുന്നു ദാവീദിൻ്റെ അവസ്ഥ? ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ ദാവീദ് ഇപ്രകാരം വിശ്വാസത്തിലേക്ക് കടന്നു വരാതെ ദാവീദ് മാറിപ്പോകേണ്ട ഒരു വ്യക്തിയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ദാവീദിൻ്റെ ജനനത്തിൽ തന്നെ, ദാവീദിൻ്റെ വളർച്ചയിൽ തന്നെ വീട്ടുകാർക്ക് ആർക്കും വേണ്ടാത്തവനായിട്ട് ഒരു വ്യക്തിയായിട്ട്, വേണ്ടാത്തവെന്ന് പറയുമ്പോൾ വലിയ വില കൊടുക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. അവർ യാതൊരു വിലയും കൊടുക്കുവാനായിട്ട് ആഗ്രഹിച്ചില്ല. ദാവീദിന് വില കൊടുത്തില്ല എന്നുള്ളത് 1, 2, 3 ഇൻസിഡൻസിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോൾ ഇപ്രകാരം എഴുതുന്നുണ്ട്. ഒന്ന് നോക്കിയാട്ട് സങ്കീർത്തനം 27-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം, വേഴ്സ് 10. സാം നമ്പർ 27 വേഴ്സ് 10. ശ്രദ്ധിക്കുക വേർഡ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ആ വേർഡ് ശ്രദ്ധിക്കുക, എങ്കിലും യഹോവയെ ചേർത്തുകൊള്ളും. അപ്പോൾ ദാവീദിൻ്റെ വളർച്ചയിൽ തന്നെ ദാവീദ് മനസ്സിലാക്കപ്പെട്ട ഒരു സത്യമാണ്, ഒരു റിജക്റ്റഡ് പേഴ്സൺ ആയിരുന്നു ദാവീദ്. വീട്ടുകാർക്ക് വേണ്ടാത്തവൻ, വലിയ വിലയൊന്നും കൊടുക്കാത്തവൻ, കൊടുത്തക്കത്തക്കവണ്ണമുള്ള ഒരു വാല്യൂ ഒന്നുമില്ല, കാണാൻ അല്പം സൗന്ദര്യമുണ്ടെന്നല്ലാതെ മറ്റു വലിയ ജോലിക്കൊന്നും ഉപയോഗമില്ലാത്ത ഒരുവനായിട്ടാണ് മാതാപിതാക്കന്മാരെ ദാവീദിനെ കണ്ടത്. അതിൻ്റെ തെളിവ് 1 ശമൂവേൽ പ്രവാചക പുസ്തകം, 1 ശമൂവേൽ chapter 16 വേഴ്സ് 11. നിങ്ങൾക്കറിയാം, ശമൂവേൽ പ്രവാചകൻ
ഇശ്ശായിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിച്ചപ്പോൾ ആ ഇശ്ശായി തൻ്റെ മക്കളെ മുഴുവൻ വരുത്തി 7 പേരെയും ശമൂവേൽ പ്രവാചകന് മുമ്പിൽ വരുത്തിയിട്ട് ശമൂവേൽ പ്രവാചകൻ ഓരോരുത്തരെയായിട്ട് അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, കുഞ്ഞെ, ഇവനെ അല്ല നീ തിരഞ്ഞെടുക്കേണ്ടത്, മറ്റൊരുവനെയാണോ ഈ കുടുംബത്തിൽ കണ്ടിരിക്കുന്നത്. 7 മക്കളും കടന്നു വന്നിട്ടും 8ാമത്തെ മകനെ വിളിപ്പിക്കണമെന്നുള്ളൊരാഗ്രഹം പോലും ആക്കില്ല, അപ്പനും അമ്മയ്ക്കുമില്ല. ടോട്ടലി ഒരു വലിയ സംഭവം വീട്ടിൽ നടക്കുക. പക്ഷേ ഈ വീട്ടിൽ ഈ വലിയ വിഷയം നടക്കുമ്പോൾ ആ ഏറ്റവും ഇളയ മകനാകുന്ന 8ാമത്തെ മകൻ ആടുകളെ മേയിച്ചുകൊണ്ട് എവിടെയോ കാട്ടിൽ മരുഭൂമിയിൽ കിടക്കുക. യാതൊരു വാല്യൂയും അവർ കൊടുക്കുവാനായിട്ട് ആഗ്രഹിച്ചില്ല. ഈ ശമൂവേൽ പ്രവാചകൻ തൻ്റെ പിതാവിനോട് ചോദിക്കും, ഇത്രയുമുള്ളോ നിൻ്റെ മക്കൾ? അന്നേരമാണ് ശമൂവേൽ പറയുന്നത്, ഇനിയും ഒരാളുണ്ട്, അവൻ എവിടെ നിൽക്കുക, അവൻ ആടുകളെ മേയിച്ച്. നിങ്ങൾ ശ്രദ്ധിക്കണം, ആക്ച്വലി അപ്പൻ്റെയും അമ്മയുടെയും സിറ്റുവേഷൻ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ മറന്നു കളഞ്ഞു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. നിങ്ങൾ മനസ്സിലാക്കണം, ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഒരു റിജക്റ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് വളർത്തപ്പെട്ടത്. അത് മാത്രമല്ല, വേറൊരു വിഷയം കൂടെ ഉണ്ട്. വായിച്ചോട്ടെ, 1 ശമൂവേൽ 17-ാം അധ്യായം 28-ാമത്തെ വാക്യം. 1 ശമൂവേൽ ചാപ്റ്റർ 17 വേഴ്സ് 28. ശ്രദ്ധിക്കണം ആ ഭാഗം. എന്താ ദാവീദ് വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാക്കിയില്ലെങ്കിലും തൻ്റെ സഹോദരന്മാർ ഇത് ദാവീദിനെ കണ്ടപ്പോൾ ചോദിച്ച ഒരു ചോദ്യമാണ്, നിൻ്റെ നിഗളഭാവവും അഹങ്കാരമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഈ സഹോദരങ്ങൾ ഉള്ള 7 സഹോദരന്മാർ ദാവീദിനെ കണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് കണ്ടത്? ഒരഹങ്കാരി, ഒരു തോന്നിവാസി. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ അപ്പനും അമ്മയും കൈക്കൊള്ളുന്നില്ല, സഹോദരന്മാരെല്ലാവരും റിജക്റ്റ് ചെയ്തു. ഈ സ്ഥാനത്താണ് ഒരു വ്യക്തി വളർന്നു വരുന്നത്. ഇങ്ങനെ വളർന്നു വരുന്ന ഒരു വ്യക്തി സാധാരണ വളർന്നു വരുന്നത് എങ്ങനെയായിരിക്കും? ഒരു റിവഞ്ച് ആറ്റിറ്റ്യൂഡായിരിക്കും. എന്നാൽ ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു റിവഞ്ച് ആറ്റിറ്റ്യൂഡ് അല്ല ഈ ദാവീദിനുണ്ടായത്. ഇത് ദാവീദിനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ശ്രദ്ധിക്കണം, 1ാമത്തെ പോയിന്റ്, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് നെഗറ്റീവ് സാഹചര്യങ്ങളും ദൈവത്തിൽ നമ്മെ അകറ്റുന്നതാകരുത്, ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നതാകണം. ഇല്ലാത്തിടത്തോളം അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. ദൈവത്തിങ്കിലേക്ക് ആ നെഗറ്റീവായിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മളെ അടുപ്പിക്കുമെങ്കിൽ, എല്ലാവരും എന്നെ കൈവിട്ടാലും എന്നെ കൈവിടാത്തൊരു കർത്താവുണ്ട് എന്നുള്ള ചിന്തയാണ് സ്വന്തം അപ്പനും അമ്മയുടെയും സഹോദരന്മാരുടെയും മുൻപിൽ മാന്യനായി ഈ ദാവീദ് തീരുവാൻ കാരണം. ഒരിക്കൽ കൈവിട്ട് കളഞ്ഞതാണോ, എല്ലാവരും തള്ളിക്കളഞ്ഞതാണോ? എന്നാൽ ഇപ്പോൾ ദാവീദ് ആയിരിക്കുന്നത് അപ്പനും അമ്മയ്ക്കും മാന്യനായിട്ട്, തൻ്റെ സഹോദരന്മാർക്ക് ബഹുമാന്യനായിട്ട്. ഒരിക്കൽ ഇവൻ അഹങ്കാരി എന്ന് പറഞ്ഞുവെങ്കിൽ ആ അഹങ്കാരിയായിരിക്കുന്ന അനുജൻ്റെ മുൻപിലാണ് ഈ മൂത്ത സഹോദരങ്ങൾ നിൽക്കുവാനിടയായി തീരുന്നത്. ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട 2ാമത്തെ പോയിന്റ്, പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തോട് നമ്മൾ അടുക്കുമെങ്കിൽ ഈ പ്രതികൂല സാഹചര്യങ്ങൾ മുഴുവൻ നമുക്ക് അനുകൂലമാക്കി മാറ്റും. എന്തായിരുന്നു സിറ്റുവേഷൻ, ആ സ്ഥാനത്തു നിന്ന് അവർ നമ്മളെ വിടുവിക്കും. നിങ്ങൾ പലർക്കും ഒരു സംഭവം അറിയാം, കഴിഞ്ഞ നാളുകൾ പലരും പല കാര്യത്തിൽ നിങ്ങളെ നിന്ദിച്ചുവെങ്കിൽ ഇന്ന് അവർ നിങ്ങളെ അഭിമാനിക്കുന്നുവെങ്കിൽ അതിന് ഒരു കാരണമുണ്ട്. ആ നിന്നയുടെ നടുവിൽ നമ്മൾ ഒരു റിവഞ്ച് ആറ്റിറ്റ്യൂഡ് എടുക്കുവാൻ ആഗ്രഹിക്കാതെ ദൈവത്തിങ്കിലേക്കൊന്ന് അടുക്കുവാൻ ആഗ്രഹിച്ചതാണോ അതിന് കാരണമായിരിക്കുന്നത്. ശ്രദ്ധിച്ചോണം, ജീവിതത്തിൻ്റെ സകല സംഭവങ്ങളും ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതാകണം. അപ്പോൾ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ദാവീദ് വളർന്നു വന്നത്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ദാവീദിനെ വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ ദാവീദ് എന്നുള്ളൊരു ക്യാരക്ടറെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ വാസ്തവത്തിൽ ഒത്തിരി നിഗൂഢതകളുള്ള ഒരു വ്യക്തിയായിട്ടാണ് ദാവീദിനെ കാണുന്നത്.
പ്രത്യേകിച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഞാൻ ദാവീദിനെ പഠിച്ചപ്പോൾ എങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് പലപ്പോഴും എൻ്റെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു. എന്നാൽ ദാവീദ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു എക്സാമ്പിൾ. ആരായി മാറ്റപ്പെട്ടു? ആർക്കും വേണ്ടാത്തവനായിരുന്നുവെങ്കിലും എല്ലാവർക്കും വേണ്ടുന്നവനായി മാറ്റപ്പെട്ടു. എല്ലാവരും കൈവിട്ട് കളഞ്ഞുവെങ്കിലും സ്വർഗത്തിലെ ദൈവത്തോട് അടുത്ത് ചെല്ലുവാനിടയായിത്തീർന്നു. എല്ലാവരും മറന്നു കളഞ്ഞുവെങ്കിലും മറക്കാത്തവനായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മകനായി തീരുവാനിടയായിത്തീർന്നു. ശ്രേഷ്ഠമായിരിക്കുന്ന ഏത് അവസ്ഥയിലായിരുന്നു, അവസ്ഥയിൽ നിന്ന് എത്രമാത്രം ഉയരുവാനായിട്ട് സാധിക്കുമോ അത്രത്തോളം ഉയർത്തപ്പെടുവാൻ ദാവീദിന് കാരണമായിത്തീർന്നു. എന്താ അതിന് സംഭവിച്ചത്? ഒരു കാര്യമാണ് ദൈവത്തിലുള്ള ആശ്രയം എന്ന് പറയുന്നത്. ദൈവത്തിലുള്ള ആശ്രയം എന്ന് പറയുന്നത് ഞാൻ വേറൊരു പേര് കൊടുക്കുകയാണ്, ദ ഫെയ്ത്ത് ഇൻ ഗാഡ്, ദൈവത്തിലുള്ള വിശ്വാസം. അപ്പോൾ ദാവീദിന് ദൈവത്തിലുള്ള വിശ്വാസമാണ് ദാവീദിനെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീർന്നത്. എന്താണ് ദാവീദിൻ്റെ 4 മേഖലകൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്? ഒന്നാമതായിട്ട് ദാവീദിൻ്റെ ഫെയ്ത്ത് വെളിപ്പെടുത്തിയത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് മുൻപായിട്ട് ഒരു വാക്യം കൂടെ, 2 ശമൂവേൽ പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം and verse 14. 2 Samuel chapter 8 verse 1 and 14. ശ്രദ്ധിക്കുക, subdued the kingdom. നിങ്ങൾക്കറിയാം, എബ്രായലേഖനം 11-ാം അധ്യായം 33-ാമത്തെ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അവർ എന്ത് ചെയ്തു? വിശ്വാസത്താൽ രാജ്യങ്ങളെ കീഴടക്കി. They subdued the kingdoms. Next verse 14. ഏദോമ്യർ വരെ ദാസന്മാരായിത്തീർന്നു. അപ്പോൾ ദാവീദിന് എന്ത് സംഭവിച്ചു? രാജ്യങ്ങളെ കീഴടക്കുവാനായിട്ട് ദാവീദിന് സംഭവിച്ചു. രണ്ടാമത് 2 ശമൂവേൽ 8-ാം അധ്യായം 15-ാമത്തെ വാക്യം verse 15. എല്ലാ ഇസ്രായേലിനെയും വാണു. നെക്സ്റ്റ്, നീതി നടത്തി. നിങ്ങൾ മനസ്സിലാക്കണം, 33-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി, നീതി നടത്തി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിവർത്തിക്കപ്പെട്ടതായിരിക്കും ദാവീദിനെയാണ് ഇന്ന് രാത്രി നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ദാവീദിൻ്റെ സംഭവം ഒരു വലിയ വിഷയമായതുകൊണ്ടാണ് ഞാൻ 3 മേഖലകളായിട്ട് അതൊന്ന് തിരിച്ചുകൊണ്ട് 4 മേഖലകളായി തിരിച്ചുകൊണ്ട് 4 വിഷയങ്ങൾ നിങ്ങളെ പ്രതിപാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇതെല്ലായിടത്തും നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ദാവീദിൻ്റെതായിരിക്കുന്ന വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തേത് ദാവീദിൻ്റെ വിശ്വാസം വെളിപ്പെട്ടത് ഞാൻ പറഞ്ഞല്ലോ ആദ്യ തൊട്ട് തന്നെ ഉണ്ട്. എങ്കിലും നമ്മുടെ ചിന്തയ്ക്കായിട്ട് 4 സംഭവങ്ങൾ. ഒന്നാമത്തെ സംഭവം ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ദി എൻകൗണ്ടർ വിത്ത് the Goliath. The encounter with the Goliath and triumph over him. ഗോലിയാത്തുമായിരിക്കുന്ന ദാവീദിൻ്റെ മൽപ്പിടുത്തം, ഒരു യുദ്ധം, ദാവീദിൻ്റെ വിജയം. അത് ഒന്നാമതായിട്ട് ദാവീദിൻ്റെ ഫെയ്ത്തിനെയാണ് വെളിപ്പെടുന്നത്. നമ്മൾ ആ വിഷയം നമ്മൾ ഇന്ന് വായിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന കാര്യമാണ് ദാവീദ് ഗോലിയാത്തിനെ വീഴ്ച എന്നുള്ളത് നമുക്കറിയാം. ബട്ട് ഞാൻ 1, 2, 3 പോയിൻറ്റ്സ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താ ഇവിടുത്തെ വിഷയം? ഫെലിസ്ത്യർ ഇസ്രായേൽ മക്കളുമായി യുദ്ധം ചെയ്യുക. അവരൊരു വെല്ലുവിളിച്ചു. അവരുടെ വെല്ലുവിളി ഇതാണ്, ഞങ്ങളുടെ നടുവിൽ നിന്ന് ഒരാളെ അങ്ങോട്ട് അയക്കാം, നിങ്ങളുടെ നടുവിൽ നിന്ന് ഒരാളെ അയക്കുക, അവർ തമ്മിൽ മല്ല് പിടിക്കട്ടെ, ആര് ജയിക്കുന്നുവോ അവരായിരിക്കും മറ്റേ രാജ്യത്തിന് കീഴടങ്ങുന്നത്. ആ ഒരു വെല്ലുവിളിയുടെ മുൻപിൽ ഇവർ ഫെലിസ്ത്യർ മുൻപോട്ട് അയച്ചത് ഒരു ഗോലിയാത്തിനെയാണ്. ഒരു അഗാധമായ ഒരു വലിയൊരു മനുഷ്യൻ, ഒരു രീതിയിലും നിൽക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ എന്ത് സംഭവിച്ചു? ഈ ഗോലിയാത്തിനെ കണ്ട വേളയിൽ ഈ അന്നത്തെ ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്ന ശൗലിൻ്റെ സകല പടജനവും മുൻപോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കാതെ അവർ ഭയപ്പെട്ട് പിന്നോട്ട് ഒളിക്കുകയാണ്. അവർക്ക് മുൻപോട്ട് പോകുവാൻ യാതൊരു താല്പര്യമില്ല. അവർക്കറിയാം ഈ മലനെ തോൽപ്പിക്കുവാനായിട്ട് സാധ്യമല്ലെന്നറിയാം. അവർ പരാജയപ്പെടും എന്നുള്ളത് അവർക്ക് മനസ്സിലായി. എന്നാൽ ഈ പ്രത്യേകമായിരിക്കുന്ന സ്ഥാനത്താണ് അപ്പൻ സഹോദരന്മാരുടെ വിഷയമൊന്ന് അറിയാൻ വേണ്ടി ഈ മകനെ ആടുകളെ മേയ്ക്കുന്നിടത്തുനിന്ന് അങ്ങോട്ട് വിട്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് പണ്ടുണ്ടായിരുന്ന പതിവാണെന്ന് വേദപുസ്തകം പറയുന്നില്ല.
പണ്ട് പതിവൊക്കെ ഉണ്ടായിരുന്നു. യാക്കോബിന് പതിവുണ്ടായിരുന്നു, സഹോദരന്മാരുടെ അടുക്കിലേക്ക് മക്കളെ അയക്കുമായിരുന്നു. എന്നാൽ ഇവിടെ പതിവിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നീട് എന്താ ചെയ്തത്? അവർ ദാവീദിനോട് പറഞ്ഞു, നീ പോയി ചെന്ന് സഹോദരന്മാരെ കണ്ട് നല്ല വാർത്തകളൊക്കെ അറിഞ്ഞോട്ട് വരുവാൻ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ദാവീദിനെ ഈ സമയത്ത് അങ്ങോട്ട് അയച്ചത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. സംഭവം അപ്പന് പോലും വെറുതെ തോന്നിയതായിരിക്കാം. പക്ഷേ അപ്പൻ്റെ മനസ്സിൽ തോന്നൽ കൊടുത്തത് സ്വർഗത്തിലെ ദൈവമാണ്. നമ്മൾ മനസ്സിലാക്കണം, പല സന്ദർഭങ്ങളിലും പല സാഹചര്യങ്ങളിലും നമുക്ക് ചില തോന്നൽ ഉണ്ടാകാറുണ്ട്. ഇന്ന് നമുക്ക് പറയാൻ പറ്റും അതൊക്കെ ദൈവം നടത്തിപ്പായിരുന്നെന്ന്. എന്താ അതിന് കാരണമായിരുന്നത്? ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ദാവീദിനെ അങ്ങോട്ടൊന്ന് അയച്ചു. അങ്ങോട്ട് അയച്ചപ്പോഴാണ് ദാവീദ് ഇതൊക്കെ കാണുന്നത്. കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് ദാവീദ് ഈ മല്ലനായിരിക്കുന്ന ഫെലിസ്ത്യനെ ജയിക്കുവാനിടയായിത്തീർന്നു? ദാവീദിൻ്റെ വിശ്വാസമാണ് അതിൻ്റെ കാരണമെന്ന് ഞാൻ പറയുകയുണ്ടായി. ഒന്നാമത്തെ കാരണം ആ വിശ്വാസം. ദാവീദ് ജീവിതത്തിൽ എന്തു കൊടുത്തു? വിശ്വാസം ഒന്നാമത് ചെയ്തത്, ഹി വാസ് സെലസ് ഓഫ് ഹിസ് ഗാഡ്. ദൈവത്തോട് ദാവീദ് എരിവുള്ളവനായി. ഈ അഗ്രചർമ്മിയായിരിക്കുന്ന ഗോലിയാത്തിനെ ദാവീദ് കൊല്ലുവാനുണ്ടായ കാരണം വിശ്വാസമാണ്. പക്ഷേ ആ വിശ്വാസം എന്ത് ചെയ്യിപ്പിച്ചു? ഒന്നാമതായിട്ട് ഒരു വലിയ എരിവ് ദാവീദിൻ്റെ ഉള്ളിലുണ്ടാക്കി. നിങ്ങൾ മനസ്സിലാക്കണം, ബാക്കിയുള്ളവർക്കാർക്കും ഈ എരിവില്ലായിരുന്നു. അഭിഷിക്തന്മാർ വരെ അതിൻ്റെ നടുവിലുണ്ട്. എന്നാൽ ഒരു അഭിഷിക്തന് പോലും ആ ഒരു എരിവില്ല. ദാവീദിൻ്റെ എരിവ് ഒന്ന് വായിച്ചാട്ട്. 1 ശമൂവേൽ പുസ്തകം 17-ാം അധ്യായം 45 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ട്. വേഴ്സ് 45 to 47. പ്രൈസ് ഗോഡ്. 26-ാമത്തെ വാക്യം കൂടെ അതേ ചാപ്റ്റർ വേഴ്സ് 26. ഈ ഫെലിസ്ത്യനെ കൊന്ന, ശ്രദ്ധിക്കണം, ഈ രണ്ട് ഭാഗത്ത് നമ്മൾ കാണുന്നൊരു വേർഡുണ്ട്. ദാവീദ് ഈ ഫെലിസ്ത്യനായിരിക്കുന്ന ഗോലിയാത്തിനെ കൊല്ലുവാനുള്ള കാരണമെന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ ഗോലിയാത്ത് ഇസ്രയേൽ മക്കളെ നിന്ദിച്ചു. ആ നിന്ന ദാവീദിന് കേട്ടുകൊണ്ടിരിക്കാൻ സാധ്യമായില്ല. പലപ്പോഴും പലരും ദൈവത്തെ എന്തെല്ലാം പറഞ്ഞാലും കണ്ണുമടച്ചിരുന്ന് കൊടുക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഉള്ളിൽ തീയുള്ള ഒരു വ്യക്തിക്ക് വെറുതെ കണ്ണുമടച്ചിരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല. യെരൂശലേം ദേവാലയത്തിൽ മുഴുവൻ വിഗ്രഹാരാധനയാണ്. അവിടെ ആടുകൾ മേയ്ക്കുന്നുണ്ട്, പണത്തിൻ്റെതായിരിക്കുന്ന പണക്കാരുണ്ട്. അങ്ങനെയുള്ള വിവിധ രീതിയിലുള്ള കച്ചവടങ്ങൾ അതിനകത്ത് നടക്കുമ്പോൾ അരുമനാഥനാകുന്ന യേശു അങ്ങോട്ട് ചെന്നിട്ട് മറ്റ് പലർക്കും അതിനകത്ത് കോപ്പറേറ്റ് ചെയ്യുവാൻ സാധിച്ചുവെങ്കിലും യേശുവിന് അത് കോപ്പറേറ്റ് ചെയ്യുവാൻ സാധിച്ചില്ല. യേശുക്രിസ്തുവിന് എന്ത് സംഭവിച്ചു? അവൻ്റെ ഉള്ളിൽ ചൂട് പിടിച്ചു. എന്തുകൊണ്ടാണ് ചൂട് പിടിച്ചത്? എൻ്റെ പിതാവിൻ്റെ ആലയത്തെ, പിതാവിൻ്റെ വാസസ്ഥലത്തെ എന്തായി തീർക്കണം? ദൈവത്തിൻ്റെ ആലയത്തെ ഒരു വാണിഭശാലയാക്കരുത് എന്നുള്ള ഒരു വലിയ ചിന്ത, ഒരു വലിയ ചൂട്, ഒരു സീൽ ആരുടെ ഉള്ളിൽ ഉയർന്നു? കർത്താവായ യേശുവിൻ്റെ ഉള്ളിൽ. ഞാൻ ഓർപ്പിക്കട്ടെ, പാപത്തെ കാണുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉള്ളിൽ ചൂട് പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു. ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്ന വേർഡ്. പാപത്തെ നമ്മൾ കാണുമ്പോൾ, പാപത്തോട് ബന്ധപ്പെടുമ്പോൾ, പാപവുമായിട്ട് ബന്ധപ്പെടുവാൻ ഇടയായിത്തീരുന്ന സ്ഥാനത്ത് എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ചൂട് പിടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചൂടില്ലെന്നുള്ളതാണ്. ആത്മീയ ജീവിതത്തിലെ ചൂടെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ളൊരു ദാഹമായിരിക്കും. വിശുദ്ധിക്ക് വേണ്ടി ഒരു ദാഹമുണ്ടെങ്കിൽ അശുദ്ധിയോട് ഒരു വലിയ എതിർപ്പും കാണും. വിശുദ്ധിയോടുള്ള ദാഹവും അശുദ്ധിയുമായിട്ട് കൂട്ടിച്ചേരുന്നതും രണ്ടും ഒരുമിച്ച് കടന്നു പോകുകയില്ല. കടന്നു പോകും ആർക്ക്? കപടഭക്തന്മാരായിരിക്കുന്ന പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും. അവരുടെ വാ കൊണ്ട് വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുകയും ഹൃദയം കൊണ്ട് പാപം ചെയ്യുകയും ചെയ്യും. അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വന്നത്. യഥാർത്ഥമായിട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ പാപത്തെ അവർ കാണുമ്പോൾ,
പാപത്തെക്കുറിച്ച് അവർ കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു കത്തുന്ന അനുഭവം ഉണ്ടാകണം. ശ്രദ്ധിച്ചോണേ, എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ആ കത്തുന്ന അനുഭവമായിരിക്കും എൻ്റെയും നിങ്ങളുടെയും സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. എൻ്റെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് അതായിരിക്കും. എത്രത്തോളം ഞാൻ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ആത്മീയ ജീവിതം കുറഞ്ഞിരിക്കും. നമ്മൾ വാസ്തവത്തിൽ ഒരു ജഡമനുഷ്യനായിരിക്കും. എന്നാൽ ഒന്നാമതായിട്ട് ദാവീദിന് സംഭവിച്ചത്, ഈ ഹോൾ ഇസ്രായേൽസിൻ്റെ ജീവിതത്തിൽ ഈ പ്രത്യേകതയില്ല. പക്ഷേ ദാവീദ് ഒരു കാര്യം മനസ്സിലാക്കി, ഇവൻ നിന്ദിച്ചത് ആരെയാ നിന്ദിച്ചത്? ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ. അതാണ് ദാവീദിന് മുമ്പിൽ കടന്നു വന്ന വിഷയം. ഈ മല്ലനായിരിക്കുന്ന ഗോലിയാത്തിനെ കൊന്നേച്ച് ഒരു വലിയ ആള് കളിപ്പാൻ അല്ല ദാവീദ് ആഗ്രഹിച്ചത്. ദാവീദിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്, ദാവീദ് ആരെ നിന്ദിക്കുക, ഈ ഗോലിയാത്ത് ആരെ നിന്ദിക്കുക? ദൈവത്തിൻ്റെ സേനയെ നിന്ദിക്കുക. ശ്രദ്ധിച്ചോണേ, ദൈവത്തിൻ്റെ സേനയെ നിന്ദിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ഒരു കത്തുന്ന അനുഭവം ഉണ്ടാകണം. ഇവിടെ എന്ത് സംഭവിച്ചു? ദാവീദിനെ അതാണ് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് വിട്ടത്. നിങ്ങൾക്കറിയാം, ദാവീദ് ഒരു രീതിയിലും ഈ ഗോലിയാത്തുമായിട്ട് മല്ല് പിടിക്കുവാൻ യോഗ്യനേ അല്ല, യാതൊരു യോഗ്യതയുമില്ല. മല്ലനായിരിക്കുന്നത് ഗോലിയാത്ത് വലിയ വ്യക്തിയാണ്. പക്ഷേ ദാവീദ് എന്താ, ഒരു കൊച്ചു ബാലൻ, ഒരു സാധാരണപ്പെട്ട ഒരു പയ്യൻ, നല്ല കണ്ടാൽ നല്ല ഭംഗിയാണ്. അങ്ങനെയുള്ളൊരു കൊച്ചു ബാലനാണ് ദാവീദ്. അല്ലാതെ വേറെ യാതൊരു യോഗ്യതയുമില്ല. യുദ്ധത്തിന് വേണ്ട യാതൊരു ക്വാളിറ്റിയും ദാവീദിലില്ല. പക്ഷെങ്കിൽ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഒരു എരിവ് ദാവീദിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ശ്രദ്ധിച്ചോണേ, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഒരു എരിവ് എൻ്റെയും നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ എൻ്റെ വലിപ്പമല്ല പ്രശ്നം, എൻ്റെ സൗകര്യമല്ല പ്രശ്നം, ദൈവത്തിന് ഇത് മാത്രം മതി. പക്ഷെ ഒരു കാര്യം കൂടെ വേണം, നമ്മുടെ എരിവ് പരിജ്ഞാനത്തോടെ യൂസ് ചെയ്യണം. അതാണ് റോമലേഖനം 10th chapter verse 1, 10ാം അധ്യായം 1ാമത്തെ വാക്യം. സഹോദരന്മാരെ, അവ പരിജ്ഞാനപ്രകാരം, അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്, അവ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും, മനസ്സിലായോ? ദൈവത്തെക്കുറിച്ച് ഭയങ്കര എരിവായിരുന്നു. പണ്ട് നമുക്കും ഉണ്ടായിരുന്നു പലതിന് എരിവ്, ഇല്ലേ? പണ്ട് നിന്നിടത്തൊക്കെ എന്തോ എരിവായിരുന്നു. ഇങ്ങോട്ട് വിട്ടുപോരാൻ പറഞ്ഞപ്പോൾ എന്തോ എരിവായിരുന്നു. ആ എരിവ് പോലെ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും എരിവുണ്ട്. പക്ഷേ ആ എരിവ് നമ്മളെ നശിപ്പിക്കത്തേ ഉള്ളൂ. പരിജ്ഞാനത്തോടുള്ള എരിവാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ സംഭവത്തിൽ ദാവീദ് കൈകടത്താനുള്ള കാരണം എന്ന് പറയുന്നത്, ദാവീദിൻ്റെ ഉള്ളിൽ എന്തോ സംഭവിച്ചു, ഒന്ന് കത്താനിടയായി തീർന്നു, ഒരു എരിവ് സംഭവിച്ചു. രണ്ടാമത്, ഈ ഫെയ്ത്ത് എന്ത് ചെയ്തു? വായിച്ചോട്ട് 46 46ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവർ തമ്മിലുള്ള ഒരു അളവ് മനസ്സിലായല്ലോ. ഒരു രീതിയിലും ഇവർ തമ്മിൽ ബന്ധപ്പെടുവാൻ സാധ്യമല്ല. പക്ഷെ ദാവീദ് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ ദാവീദിന് എന്തുണ്ടായിരുന്നു? ഒരു ഭയങ്കരം കോൺഫിഡൻസ്. ഇതെന്താ കൊടുത്തത്? സ്വർഗത്തിലെ ദൈവം കൊടുത്തതാ. കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? ദാവീദിന് മാത്രമായിരുന്നില്ല ഈ കോൺഫിഡൻസ്. ദാവീദിൻ്റെ ഉള്ളിൽ ഈ കോൺഫിഡൻസ് വന്നപ്പോൾ മറ്റു പലർക്കും കോൺഫിഡൻസ് ഉണ്ടായി. വായിച്ചിട്ട് 1 Samuel chapter 17 verse 55, 55ാമത്തെ വാക്യം. 55. ദാവീദ് ഫെലിസ്ത്യൻ്റെ നേരെ ചെല്ലുന്നത് ശൗൽ രാജാവ് കണ്ടപ്പോൾ നിങ്ങൾ ഒരു പരിചയവുമില്ല ഈ പുള്ളിയെക്കുറിച്ച്. പക്ഷെങ്കിൽ ഒരു കാര്യം രാജാവ് കണ്ടു. ഈ ദാവീദ് ഫിലിസ്തീനായിരിക്കുന്ന ഗോലിയാത്തിൻ്റെ നേരെ കടന്നിരുന്ന കാഴ്ച കണ്ടപ്പോൾ രാജാവിന് ഒരു കാര്യം മനസ്സിലാക്കി. സാധാരണപ്പെട്ട വ്യക്തിയെ പോലെ അല്ല അവൻ കടന്നു ചെല്ലുന്നത്. ഇവൻ്റെ നടപ്പിന് ചില പ്രത്യേകതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, എന്താ ഇവിടെ സംഭവിച്ചത്? തൻ്റെ ജീവിതത്തിൻ്റെ ഫെയ്ത്ത് ഒരു കോൺഫിഡൻസിലേക്ക് തന്നെ കൊണ്ടുപോയി, ഒരു പരിപൂർണമായിരിക്കുന്ന ഉറപ്പിലേക്ക് കൊണ്ടുപോയി. എന്താ ഉറപ്പ്?
ദാവീദ് ഫെലിസ്തീനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ഞങ്ങളുടെ ദൈവം നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, തമ്മിൽ നമ്മൾ വ്യത്യാസം നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിൻ്റെ തല ഇന്ന് വെട്ടും. ഇത്രേ ഉള്ളൊരു പൂക്കിരി പയ്യനാണ് പറഞ്ഞത്. നിൻ്റെ തല ആരോടാ? വലിയ വ്യക്തിയോട്. പക്ഷേ എന്താ കാരണമെന്ന്? അവൻ്റെ സൈസായിരുന്നില്ല അതിന് കാരണം. അവൻ്റെ സൈസിനേക്കാൾ ഉപരിയായിട്ട് അവൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, രണ്ടാമത്തെ പോയിന്റ്, സൈസിനേക്കാൾ വലിയ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സൈസ് ഒരു പ്രശ്നമല്ല, പലതും നമുക്ക് ചെയ്യാം. പലപ്പോഴും സംഭവിക്കുന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. ഇറങ്ങി കൈവച്ച് കഴിഞ്ഞിട്ട് തിരിച്ചൊരു ചോദ്യം ചെയ്യും, ഇതൊക്കെ ശരിയാണോ, ഞാൻ ശരിയായിട്ടാണോ പോയത്? ഒരു കാര്യം മനസ്സിലാക്കണം, നല്ലൊരു കൺഫർമേഷനോട് കൂടി ആകുന്നുവെങ്കിൽ ഉള്ളിൽ ഉള്ളതായിരിക്കുന്ന കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെക്കൊണ്ട് സാധിപ്പിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. എന്തായിരുന്നു ദാവീദിൻ്റെ ജീവിതത്തിലെ പ്രത്യേകത? ഈ അഗ്രചർമ്മിയെ കൊല്ലുവാൻ തക്കണം കാരണമായി തീർന്ന ഒരു വിശ്വാസം, ഒരു ഉറപ്പ് ദാവീദിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ദാവീദ് കണ്ട ഒരു കാഴ്ചയും മറ്റുള്ള ഇസ്രായേൽ മക്കൾ കണ്ട കാഴ്ചയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം തൊടാത്തത്. എന്താ ദാവീദ് കണ്ടതെന്നറിയാമോ? ദാവീദ് കണ്ടത് ഈ അഗ്രചർമ്മിയായിരിക്കുന്ന ഗോലിയാത്ത്. ഇസ്രായേൽ മക്കൾ കണ്ടത് ആരെയാ? മല്ലനായിരിക്കുന്ന ഗോലിയാത്ത്. ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എത്ര വട്ടം പറഞ്ഞാലും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മൾ ഒരുക്കമല്ലേ. എന്താ ഇവിടുത്തെ വിഷയം? നമ്മൾ ഇവിടെ കാണുന്നത് ഈ ദാവീദ് മല്ലനെ കണ്ടപ്പോൾ അഗ്രചർമ്മിയായിട്ട് കാണുന്നു. എന്താ കാഴ്ചയുടെ വ്യത്യാസമെന്ന് അറിയാമോ? ദാവീദ് കണ്ടത് ദൈവം അവനെ കാണുന്നത് പോലെ, ഇസ്രായേൽ മക്കൾ കണ്ടത് മനുഷ്യൻ കാണുന്നത് പോലെ. മനുഷ്യൻ്റെ കൺമുൻപിൽ ഈ ഗോലിയാത്ത് എന്ന് പറയുന്നത് ഒരു വലിയ മനുഷ്യനാണ്. ഇതാണ് ഇസ്രായേൽ മക്കൾ കണ്ടത്. എന്നാൽ ദാവീദ് കണ്ടത് ഈ വലിയ വ്യക്തി ദൈവത്തിന് മുൻപിൽ ആര്? ദൈവത്തിന് മുൻപിൽ അവൻ ആര് മാത്രമേ ഉള്ളൂ? അഗ്രചർമ്മി. അവൻ അന്യജാതിക്കാരൻ. അവന് എന്നെ തോൽപ്പിക്കുവാൻ, ഞങ്ങളെ നശിപ്പിക്കുവാൻ അവന് അനുവാദമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇതാണ് തൻ്റെ ഉള്ളിൽ ആ കോൺഫിഡൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കാണുമ്പോൾ, നമ്മൾ ശത്രുവിനെ കാണുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുക, നമ്മൾ ശത്രുവിനെ കാണുന്ന പോലെ കാണരുത്. ദൈവം ശത്രുവിനെ കാണുന്ന പോലെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ജയമെടുക്കുവാൻ സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് വളരെ പെട്ടെന്നാണ്. മൂന്നാമത്തെ പോയിന്റ് 1 ശമൂവേൽ 17:37. 1 ശമൂവേൽ ചാപ്റ്റർ 17 വേഴ്സ് 37. ശ്രദ്ധിക്കുക. ദാവീദ് രാജാവ് ചോദിച്ചു, നിനക്കിതൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു. രാജാവിനോട് പറഞ്ഞു, ഞാൻ ഒരിക്കൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് വന്നൊരു കരടി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ കൈ കൊണ്ട് ആ കരടിയെ പിടിച്ച് കൊന്നു. അല്പം കഴിഞ്ഞൊരു സിംഹം വന്നു, സിംഹത്തെ ഇതുപോലെ ചെയ്തു. ഇതെല്ലാം ഞാൻ ചെയ്തെന്നാണ് പറഞ്ഞേ. പക്ഷെ ഒരല്പം കഴിഞ്ഞപ്പോൾ ദാവീദ് പറയുന്നൊരു വേർഡുണ്ട്, സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിച്ചത് ആര്? ദൈവം. അപ്പോൾ ദാവീദ് ഒരു കാര്യം മനസ്സിലാക്കി, ഒരിക്കൽ സിംഹം വന്നപ്പോൾ എന്നെ സഹായിച്ചത് യഹോവയാ. യഹോവ സഹായിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? സിംഹത്തെ ഞാൻ കൊന്നു. കരടി മുൻപിൽ വന്നപ്പോൾ കരടിയുടെ മുൻപിലും എന്നെ സഹായിച്ചത് ആര് തന്നെ? യഹോവ. അതുകൊണ്ട് കരടിയും കൊന്നു. അങ്ങനെയാണെങ്കിൽ ഈ യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായോ വിഷയം നിങ്ങൾ? അപ്പോൾ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, കഴിഞ്ഞ നാളുകൾ വിടുവിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ കരങ്ങൾ. എന്നിട്ട് ഒന്ന് നാവുകൊണ്ട് പറയണം, ഈ അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിച്ചവൻ ഇതിൽ നിന്ന് എന്നെ വിടുവിക്കും. ഇതാണ് എന്താ? ഹിസ് പാസ്റ്റ് എക്സ്പീരിയൻസ്, കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. ദൈവം, ആ ശത്രു എത്ര വലുതോ ചെറുതോ എന്നുള്ളതല്ല ദാവീദിൻ്റെ പ്രശ്നം. ശത്രു ആരുമായിക്കോട്ടെ, അത് മുട്ടുവേദന ആയിക്കൊള്ളാം, അത് ചെവിവേദന ആയിക്കോട്ടെ, ദാവീദിന് അതൊരു പ്രശ്നമല്ല. ഈ മുട്ടുവേദന മാറ്റുവാൻ ദൈവം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ആ മുട്ടുവേദന മാറിയിട്ടുണ്ടെങ്കിൽ, അതേ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ കണ്ണുവേദനയെ മാറും.
ഇതാണ് ദാവീദ് വിശ്വസിച്ചത്. തൻ്റെ വിഷയം എത്ര വലുതെന്നുള്ളതല്ല, എത്രമാത്രം ഭയാനകമാണ് തൻ്റെ വിഷയം എന്നുള്ളതല്ല. ദാവീദ് ഒരു കാര്യം മനസ്സിലാക്കി, എവിടെയാണ് താൻ വിജയമെടുക്കുവാനിടയായി തീർന്നത്, അത് ദൈവം എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ആയിരുന്നുവെങ്കിൽ ഇന്ന് എൻ്റെ അവസ്ഥ അതിനേക്കാൾ വലുതായിരിക്കാം. പക്ഷെങ്കിൽ ആ സ്ഥാനത്തും എനിക്ക് ദൈവം ജയം തരും. നിങ്ങൾ മനസ്സിലാക്കണം, പുതുവർഷത്തിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എവറിത്തിങ് ഈസ് പോസിബിൾ, എല്ലാം സാധ്യമാണ്. അപ്പോൾ അസാധ്യം എന്നുള്ളത് ഒന്നുമില്ല. അപ്പോൾ ദാവീദിൻ്റെ വിശ്വാസം മല്ലനായിരിക്കുന്ന ഗോലിയാത്തുമായിരിക്കുന്ന ബന്ധത്തിൽ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. രണ്ടാമത്തെ ഭാഗം 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 4-5 വാക്യം ഒന്ന് വായിച്ചാട്ട് നിങ്ങൾക്ക് മനസ്സിലായി വിഷയം എന്തുവാന്ന്. ശമൂവേൽ പ്രവാചകൻ ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ശൗലിനെ ഞാൻ രാജസ്ഥാനത്ത് മാറ്റി നിന്നെ ഞാൻ പകരമോടാക്കി റീഇൻസ്റ്റാൾ ചെയ്തു. നീ അവിടെ രാജാവാണ്. പക്ഷെങ്കിൽ ഈ രാജാവായിരിക്കുന്ന ദാവീദ് ഇപ്പം എന്ത് ചെയ്യുക? കാടുകൾ കൂടെ മേഞ്ഞ് നടക്കുക. എന്താ അതിന് കാരണമെന്ന്? ശൗല് ദാവീദിനെ കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏത് സമയത്തും ദാവീദിനെ കൊല്ലുവാൻ ശൗൽ ആഗ്രഹിച്ചു. എന്തെല്ലാം മാർഗം അതിന് രാജാവ് എന്നുള്ള പൊസിഷൻ വെച്ചുകൊണ്ട് ഉപയോഗിക്കണമോ ഇത് മുഴുവൻ ഉപയോഗിച്ചു. എങ്കിലും ദാവീദിന് ഈ ശൗലിനെ കൊല്ലുവാൻ 2 പ്രാവശ്യം അവസരം ലഭിച്ചു. 2 പ്രാവശ്യം കൊല്ലുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ 2 പ്രാവശ്യവും ദാവീദ് എന്ത് ചെയ്തില്ല? ദാവീദിൻ്റെ സേനാധിപതികൾ അല്ലെങ്കിൽ കൂടെയുള്ള പടയാളികൾ പറഞ്ഞ വാക്കാണ് നമ്മൾ വായിച്ചത്. ദൈവം നിൻ്റെ ശത്രുവിനെ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചോ ആ വേർഡ്? നല്ല ആലോചനക്കാർ ഇങ്ങനെ വല്ലതും ആലോചന പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണേ. ദാവീദിനോട് കൂടെ നിന്ന ജനമാണ് ഈ ആലോചന പറഞ്ഞു കൊടുത്തത്. നിൻ്റെ ശത്രുവിനെ ദൈവം ഇന്ന് നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്തിനാ ഈ പറഞ്ഞത്? ഒരു കാര്യം ചെയ്താൽ മതി, ഒറ്റ വിട്ടുകൊടുത്തേക്കാം, ആൾ തീരും, നീ ആരായിത്തീരും. വളരെ നല്ല ഒരു ചിന്ത ഇല്ലേ? പക്ഷേ ദാവീദ് ഒരു കാര്യം ആഗ്രഹിച്ചു, അങ്ങനെ ഒരു രാജസ്ഥാനം എനിക്ക് വേണ്ട. ഒരു കൊച്ചു വിഷയമല്ലിത്. ഒരു വേട്ടപ്പട്ടിയെപ്പോലെ ദാവീദ് ഓടി നടക്കുക ആ കാടുകൾ കൂടെ. ദാവീദിന് സ്വൈര്യമായിട്ട് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ശൗലിൻ്റെ തല ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ദാവീദിന് സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ദാവീദ് ശൗലിനെ കൊന്നൊടുക്കാതെ ഒരു രീതിയിൽ തനിക്ക് മുൻപോട്ട് പോകാൻ സാധ്യമല്ല. പക്ഷേ ദാവീദ് ആഗ്രഹിച്ചു. എന്താ ദാവീദ് പറഞ്ഞത്? വായിച്ചാട്ടെ 26-ാം അധ്യായം 1 ശമൂവേൽ chapter 26 verse 9 and 10. അവനെ നശിപ്പിക്കരുത്. മനസ്സിലായോ? ദാവീദ് കൈവെക്കാതിരുന്നതിൻ്റെ ഒരു കാരണം അവിടെ പറഞ്ഞത്, യഹോവയുടെ അഭിഷക്തൻ്റെ മേൽ കൈവച്ചിട്ട് ആ ശിക്ഷ അനുഭവിക്കാതിരിക്കും. ദാവീദ് ഒരു കാര്യം മനസ്സിലായി, ഇപ്പം ശൗലാര് ഉള്ള അഭിഷേകം കൂടെ നഷ്ടപ്പെടുത്തി കളഞ്ഞൊരു മനുഷ്യനാണ്. അഭിഷേകം ഇപ്പം ഇല്ല, ദുരാത്മാവായി ഇപ്പം വ്യാപരിക്കുന്നത്. പക്ഷേ എന്നിട്ടൂടെ ദാവീദ് ഒരു കാര്യം ആഗ്രഹിച്ചു, ഒരിക്കൽ സ്വർഗത്തിലെ ദൈവം അഭിഷേകം ചെയ്തവനാണ്. അതുകൊണ്ട് അവൻ്റെ ശരീരത്തിൽ തൊട്ടാൽ ആര് ശിക്ഷ അനുഭവിക്കാതിരിക്കും. താൻ മനസ്സിലാക്കിയതായിരിക്കും വലിയ സത്യം. ആ സത്യത്തിനു വേണ്ടി ദാവീദ് നിൽക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, തൻ്റെ ജീവനെ ഭയപ്പെട്ടാണ് ദാവീദ് അത് ചെയ്യുവാനിടയായി തീർന്നത്. എന്താ അവിടെ വെളിപ്പെടുത്തുന്നത്? ഞാൻ വെളിപ്പെടുത്തുന്നത് ഹിസ് പേഷ്യൻസി, തൻ്റെ ക്ഷമ. എന്താ ചെയ്തത്? ദാവീദിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം ദാവീദിനെ ക്ഷമയിലേക്ക് നടത്തി. എന്താ വായിച്ചാട്ട് അതിൻ്റെ അടുത്ത വാക്യം 10-ാമത്തെ വാക്യം, അത് വളരെ ബ്യൂട്ടിഫുൾ. അത് യഹോവയാണ്. ദാവീദ് ദൈവത്തെ കൊണ്ട് ആണയിട്ട് പറഞ്ഞു, യഹോവ അവനെ സംഹരിക്കും. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇതുവരെ പുള്ളി കാത്തിരിക്കാൻ റെഡിയാ. അഭിഷേകം പ്രാപിച്ചവനാ. ആരായിട്ട്? രാജാവായിട്ട്. ഇപ്പം ഇവിടെ നടക്കുക കാട്ടിൽ കൂടെ. ഒരു വെട്ട് കൊടുത്താൽ മതി, ബാക്കി എല്ലാവരും ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡിയായിരിക്കുക.
പക്ഷെങ്കിൽ ദാവീദ് ഒരു കാര്യം മനസ്സിലാക്കി, യഹോവയുടെ അഭിഷിക്തൻ്റെ മേൽ കൈവച്ചിട്ട് ആ ശിക്ഷ അനുഭവിക്കാതിരിക്കും. അതുകൊണ്ട് യഹോവയുടെ അഭിഷിക്തൻ്റെ മേൽ ഞാൻ കൈവക്കത്തില്ല. പിന്നീട് എന്നാ ദാവീദ് നിനക്കിത് സംഭവിക്കാൻ പോകുന്നത്? നീ എന്നാ രാജസ്ഥാൻ തിരിക്കാൻ പോകുന്നത്? ദാവീദിന് ഒരു കാര്യം അറിയാം, ഒന്നുകിൽ അവൻ മരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും അവനെ കൊല്ലും. പക്ഷെ ഞാൻ അതുവരെ ഞാൻ എന്ത് ചെയ്യും? ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വേർഡ്. എവിടുന്നാ ഈ നിങ്ങൾ മനസ്സിലാക്കണം. ദാവീദിന് വേണമായിരുന്നെങ്കിൽ എടുത്തൊരു സ്റ്റെപ്പ് വെക്കാമായിരുന്നു. പക്ഷേ ദാവീദിൻ്റെ പേഷ്യൻസി ഇതിനേക്കാൾ വളരെ മിറക്കിളായിട്ടുള്ള ദാവീദിൻ്റെ പേഷ്യൻസി. വായിച്ചോട്ടെ, 1 ശമൂവേൽ ചാപ്റ്റർ 30. 1 ശമൂവേൽ ചാപ്റ്റർ 30 വേഴ്സ് 6. ദാവീദ് വലിയ കഷ്ടത്തിലായി. എവിടാ? മരുഭൂമി കൂടെ നടക്കുക, കാട്ടിൽ കൂടെ നടക്കുക. ദാവീദ് വലിയ കഷ്ടത്തിലായി. ആ, ജനമെല്ലാം കൂടെ എന്തോ പറഞ്ഞു? കല്ലെറിയണം. എന്നിട്ട് നിങ്ങൾ ഇവിടുത്തെ വിഷയം നിങ്ങൾ മനസ്സിലായോ? ദാവീദ് ശൗലിനെ ഭയപ്പെട്ട് കാടുകൾ കൂടെ നടക്കുക. ആ സമയത്താണ് സംഭവം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ആഗ്രഹിച്ചാണ് ഫെലിസ്ത്യ രാജാവായ സിഗ്ലാഹിൻ്റെ അടുക്കൽ ചെന്ന് അവർ മുള്ളിയുമായിട്ടൊരു ബന്ധമൊക്കെ പെട്ട് അങ്ങനെ വളരെ ഭംഗിയായിട്ട് അങ്ങ് നടന്നു ജീവിച്ചു പോകുക. ഒരഭയാർത്ഥി പോലെ ഫെലിസ്ത്യ ദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്താണ് ഫിലിസ്ത്യരും ഇസ്രായേൽ മക്കളുമായിട്ട് യുദ്ധം ചെയ്യാൻ വന്നു. ഈ രാജാവ് രാജാവ് ദാവീദിനെ കൂടെ യുദ്ധത്തിന് വേണ്ടി വിളിച്ച് കടന്നു വരുന്ന സമയത്ത് ഈ ഫെലിസ്ത്യ രാജാവിൻ്റെ ആൾക്കാർ ഇപ്രകാരം പറഞ്ഞു, നീ ആരെയാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്? ഒരിക്കൽ ഈ ജനം പണ്ട് പാടിയതാ, ശൗല് 1000, ദാവീദോ 10,000. അവനെ കൊണ്ടാണോ നീ ഇസ്രായേൽ മക്കളുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നത്? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഇവരെ തിരിച്ചു വിടുക. രാജാവ് പറഞ്ഞു, അവൻ ഇതുവരെ എന്നോട് കൂടെ വന്നു, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല, ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ. പക്ഷേ ജനം സമ്മതിക്കാഞ്ഞതുകൊണ്ട് ദാവീദിനെ അവർ തിരിച്ചയച്ചു. ദാവീദും കൂട്ടരും കൂടെ തിരിച്ചുപോയി അങ്ങോട്ട് വീട്ടിൽ ചെന്നപ്പോൾ, സിഗ്ലാഹിൽ ചെന്നപ്പോൾ അവിടെ എന്തുവാ സംഭവം? 2 ദിവസം മുമ്പ് അവിടെ മുഴുവൻ ആരോ ഒരാൾ വന്നിട്ട് മുഴുവൻ ചുട്ട് നശിപ്പിച്ചിട്ട് ഉള്ള ആൾക്കാരെയും കൊള്ളകൾ മുഴുവൻ എടുത്തുകൊണ്ട് പോയിരിക്കുക. വേറെ ഒന്നും അവിടെ ഇല്ല. ദാവീദ് കാണുമ്പോൾ ഒന്നുമില്ലാത്ത സ്ഥലം. നിങ്ങൾക്കറിയാം ദാവീദിനോട് കൂടിയിട്ടുള്ള ആൾക്കാർ ആരാണെന്നറിയാം. വായിച്ചോ, ഇരുപത്തിരണ്ടാം അധ്യായം 22 വാക്യം, വേഴ്സ് 2. ആ, പുള്ളിയുടെ പടക്കൂട്ടത്തിലെ ആൾക്കാരെ മനസ്സിലായോ? ഇതാ പുള്ളിയുടെ പടക്കൂട്ടത്തിലെ ആൾക്കാർ. ഞെരുക്കമുള്ളവ, കടമുള്ളവ, ഇങ്ങനെയൊക്കെയുള്ള സന്തുഷ്ടി ഇല്ലാത്ത കുറച്ചെണ്ണത്തെ വഹിച്ചുകൊണ്ടാണ് ഈ പുള്ളി പോകുന്നത്. കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ഇത് 400. ഒരല്പം കൂടെ കഴിഞ്ഞപ്പോൾ ഇതെണ്ണം എത്ര ആയെന്നറിയോ? 600 ഈ 600 എണ്ണത്തെയും കൊണ്ടാണ് ദാവീദ് പോകുന്നത്. ഈ 600 എണ്ണത്തിനും ചെലവിനും കൊടുത്ത് എല്ലാം കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്താണ് ഈ 600 എണ്ണം കൂടെ കൂടിച്ചേർന്ന് തിരിച്ചിങ്ങോട്ട് കാര്യം പറയുക. അവർ എന്തോ തപ്പുക, കല്ല്. എന്തിനാ? ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ ദൈവമേ, ദാവീദിൻ്റെ ഈ ഒരു സിറ്റുവേഷൻസ്, ഗോലിയാത്തിനെ കൊന്നതിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു മെൻ്റൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും എനിക്ക് ഫുള്ളി ആ ദാവീദിൻ്റെ മനസ്സങ്ങോട്ട് ഗ്രഹിക്കാൻ എനിക്ക് പറ്റിയില്ല. എല്ലാ ജനവും കല്ലെടുത്ത് നിൽക്കുക. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദാവീദോ തൻ്റെ ദൈവമായി യഹോവയിൽ ധൈര്യപ്പെട്ടു. ശ്രദ്ധിക്കുക, എല്ലാവരും കല്ലെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ, എറിയുവാനായിട്ട് കാത്തു നിൽക്കുന്ന സമയത്ത്, അറ്റ് എനി മോമെൻറ്റ് ഈ ജനം ഇത് കൂട്ടത്തിൽ എല്ലാം ഈ കടന്നു വന്നപ്പോൾ എല്ലാം വിശുദ്ധരായില്ല. വായിച്ചു 30 അധ്യായം 22. ദാവീദിനോട് കൂടെ നടന്നിട്ടുള്ളതിൽ ആൾക്കാരെ കൂടെ ഒന്ന് മനസ്സിലാക്കൂ. ദാവീദിനോട് കൂടെ പോയിരുന്നവരിൽ പണ്ടുണ്ടായിരുന്നൊക്കെ ഇപ്പോഴും എവിടെ ഉണ്ട്?
കയ്യിലിരിപ്പുണ്ട്. അന്നവർ ദുഷ്ടന്മാരാ, അന്ന് നീചന്മാരാ. ദാവീദിനോട് കൂടെ നടന്നിട്ടും എന്ത് വന്നിട്ടില്ല? ആ സ്വഭാവത്തിനൊന്നിനും ഒരു മാറ്റം വന്നില്ല. അവരാണ് ഇവിടെ പ്രശ്നക്കാരായിട്ട് നിൽക്കുന്നത്. എന്താ അവരുടെ പ്രശ്നം? ഞാൻ പറഞ്ഞു വന്നത് ദാവീദിൻ്റെ കൂടെയുള്ളവരുടെയാണ്. ഇങ്ങനെ ദുഷ്ടന്മാരായിരിക്കുന്ന നീചന്മാരായിരിക്കുന്നവരുടെ മുൻപിലാണ് ദാവീദ് ധൈര്യപ്പെട്ടത്. ഏത് സമയത്ത്? തനിക്കുണ്ടായിരുന്ന 2 ഭാര്യമാരെയും പിള്ളേരെയും കൊണ്ട് പിടിച്ചുകൊണ്ട് പോയിരിക്കുക. ഉള്ളത് മുഴുവൻ കൊള്ളയായി കൊണ്ടുപോയി. ഒന്നുമില്ല അവകാശപ്പെടുവാൻ, ഒന്നുമില്ല ഒന്ന് പറയുവാൻ. ഈ സ്ഥാനത്ത് എത്രമാത്രം ഇമോഷണലായി തീരേണ്ട ഒരു ദാവീദാണ് വളരെ പേഷ്യൻ്റായിട്ടിരിക്കുന്നു. ഇതാ എനിക്ക് മനസ്സിലാക്കാത്തത്. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അപ്പം ഇത്രയും സംഭവം നടക്കുമ്പോഴും ദാവീദിന് ഒരു കാര്യം ഉറപ്പുണ്ട്: ഈ പോയതൊക്കെ എനിക്ക് തിരിച്ചു കിട്ടും, എൻ്റെ കൈകളുടെ ഫലം നഷ്ടമാകത്തില്ല. ദാവീദ് ചെയ്ത അടുത്തൊരു കാര്യമുണ്ട്. പെട്ടെന്ന് പുരോഹിതനോട് പറഞ്ഞു, നീ ദൈവത്തിന് എഫോദ് കൊണ്ടുവരിക. ആലോചിച്ച് ചോദിച്ചു, കടന്നുപോയി യുദ്ധം ചെയ്തു. ആരുമായിട്ട് യുദ്ധം ചെയ്തെന്നറിയാമോ? അമാലേക്യർ, യഹോവയുടെ ശത്രുക്കൾ. നിങ്ങൾക്കറിയാം, ദൈവം തന്നെ പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു, യഹോവയാണ്, യഹോവയ്ക്ക് തലമുറയായി ആ ജനത്തോട് ശത്രുത്വമുണ്ട്. ആ ജനമാണ് ആരെ കൂടെ നശിപ്പിച്ചത്. ശ്രദ്ധിച്ചോണം, ഏത് സമയത്ത് അമാലേക്യൻ പ്രവർത്തിക്കുന്നുവോ ആ സമയത്ത് ബലപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കത്തില്ല, വളരെ വീക്കായിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്താണ് അമാലേക്യൻ ജയമെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ സ്ഥാനത്ത് ദാവീദ് എന്ത് ചെയ്തു? യഹോവയിൽ ധൈര്യപ്പെട്ടു. എന്താ ധൈര്യപ്പെടുവാനുള്ള കാരണമെന്നാ? ദാവീദിന് ഒരു കാര്യം അറിയാം: എൻ്റെ ദൈവം എനിക്ക് സകലതും മടക്കി തരുവാൻ ശക്തി. ദൈവത്തുള്ള വിശ്വാസം. ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ എല്ലാവരും കല്ലെടുത്തുകൊണ്ട് നിൽക്കുമ്പോഴും ദാവീദ് വളരെ പേഷ്യൻ്റായിട്ട്, എനിക്കിവിടെയാ മനസ്സിലാക്കാൻ പറ്റത്തില്ല പറഞ്ഞത്, വളരെ പേഷ്യൻ്റായിട്ട് ദാവീദ് നിൽക്കുക. വളരെ ക്വയറ്റ്, യാതൊരു ബഹളവുമില്ല, മുഖത്ത് യാതൊരു ഭാവമാറ്റമില്ല. പക്ഷേ മുഖത്ത് ഒന്നേ ഉള്ളൂ: ദൈവത്തുള്ള വിശ്വാസം ദാവീദിൻ്റെ ഉള്ളിൽ വർദ്ധിക്കുന്നു. 3, പെട്ടെന്ന് പോകട്ടെ. മൂന്നാമതായിട്ട് അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ ക്വയറ്റ്നെസ്, ഈ കാംനെസ് എന്തുകൊണ്ടെന്നറിയാമോ? ബോൾഡ്നെസ്. അതുകൊണ്ട് നോട്ട് ചെയ്താട്ട്, ബോൾഡ്നെസ്. എന്താണ് ആ സ്റ്റെപ്പ്? എടുക്കേണ്ട സ്റ്റെപ്പ് എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പോട്ടെ, മൂന്നാമത്തെ പോയിന്റ്. ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഫ്രം ദ ലോർഡ്. വിശ്വാസത്താൽ ദാവീദ് ആത്മീയമായിരിക്കുന്ന അനുഗ്രഹം പ്രാപിച്ചു. എന്താ ആത്മീയമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടത്? ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 23. ജെയിംസ് 2:23. പെട്ടെന്ന്. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നുള്ള പേര് അബ്രഹാം പ്രാപിച്ചു. വായിച്ചോട്ടെ, 1 ശമൂവേൽ ചാപ്റ്റർ 13 വേഴ്സ് 14. 1 ശമൂവേൽ 13:14. തനിക്ക് ബോധിച്ച ദൈവത്തിൻ്റെ ഹൃദയത്തിന് യോജിച്ച ഒരു പുരുഷൻ. ആരായിരുന്നത്? ദാവീദ്. ഗാഡ്സ് ഓൺ ഹാർട്ട്, ദൈവത്തിൻ്റെ ഹൃദയത്തിന് യോജിച്ച പുരുഷൻ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. സാംസ് 25 വേഴ്സ് 14. എടുക്കണ്ട, വായിക്കണ്ട. സാംസ് 25:14. മോശയെ ദൈവം എത്രമാത്രം അനുഗ്രഹിച്ചുവോ നിങ്ങൾക്കറിയാമല്ലോ. ദാവീദിൻ്റെ അനുഗ്രഹം. മോശയ്ക്ക് ദൈവം സമാഗമന കൂടാരം പണിയാനായിട്ടുള്ള ആലോചന എല്ലാം കാണിച്ചു കൊടുത്തു. എന്നാൽ അതിനുശേഷം ശലോമോൻ പണിത ദേവാലയം, ആ ദേവാലയം സമാഗമന കൂടാരമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. പക്ഷേ ആ കൂടാരം, ആ ആലയം പണിവാനുള്ള ഒരു കാരണം, അതിൻ്റെ ഫോർമാറ്റ് എന്ത് സംഭവിച്ചു? 1 Chronicles 1:28-19. യഹോവ എനിക്ക് വേണ്ടി തൻ്റെ കൈകൊണ്ട് എഴുതി
നിങ്ങൾ മനസ്സിലാക്കുക, മോശയ്ക്ക് 10 കൽപ്പന ദൈവം തൻ്റെ കൈപ്പത്തി കൊണ്ട് എഴുതി കൊടുത്തതുപോലെയാണ് ശലോമോൻ പണിത ദേവാലയത്തിൻ്റെ ഫോർമാറ്റ് ആരെഴുതി കൊടുത്തു? സ്വർഗത്തിലെ ദൈവം. നിങ്ങൾ മനസ്സിലാക്കി എത്ര ഭംഗിയായിട്ട് ദൈവത്തോടുള്ള ബന്ധം ദാവീദിൻ്റെ ജീവിതത്തിൽ, ആ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്, ആത്മീയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ഭൗതിക അനുഗ്രഹമായിട്ടല്ല കാണുന്നത്, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന നന്മകൾ. പെട്ടെന്ന് ഒരു വാക്യം കൂടെ, 2 ശമൂവേൽ ചാപ്റ്റർ 7 വേഴ്സ് 29. ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. ആ വാഗ്ദത്തം കിട്ടിയ സമയം മുതൽ ദാവീദ് പറയാൻ തുടങ്ങി, യഹോവേ നിൻ്റെ പ്രസാദത്താൽ അടിയൻ്റെ ഗ്രഹം എന്നേക്കും. ദാവീദിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ ഗ്രഹത്തെ എന്നേക്കും അനുഗ്രഹിക്കുന്ന. അന്നോട്ട് ദാവീദ് പറയാൻ തുടങ്ങി, യഹോവേ നിൻ്റെ പ്രസാദത്താൽ അടിയൻ്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കും. എന്നേക്കും അനുഗ്രഹിക്കും. ഒറ്റ ദിവസം പോലും അല്ലെങ്കിൽ ഒന്നുമല്ല ദാവീദിന് പറയുവാനുള്ളത്. ദൈവത്തിൻ്റെ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്. ഏറ്റവും അവസാനം അറ്റ് ഹിസ് ഡെത്ത് ബെഡ് എന്താ വിഷയം? 1 Chronicles chapter 29, 1 ദിനവൃത്താന്തം 29 അധ്യായം വേഴ്സ് 20, 21, 28 കൂടെ. മരിക്കുന്ന സമയത്ത് ദാവീദ് എന്താ പറഞ്ഞു? ഇത്രയും അനുഗ്രഹിച്ച ദൈവത്തിന് എല്ലാവരോടും പറഞ്ഞു സ്തുതിക്കാൻ പറഞ്ഞു. കിടക്കുക, മരിക്കാൻ കിടക്കുമ്പോൾ ചുറ്റുപാട് നിൽക്കുന്ന എല്ലാവരോടും പുള്ളി പറയാനുള്ള ഒരു കാര്യമുള്ളൂ, കഴിഞ്ഞ നാളുകളിൽ ദൈവം എത്ര ക്ഷേമമായിട്ട് നടത്തി, ദൈവത്തിന് നന്ദി പറ. എന്നിട്ട് ദാവീദ് എന്ത് ചെയ്തു? ദൈവത്തിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ്, ദൈവത്തെ ആരാധിക്കുന്ന അടയാളമായി ആടുകളെ കാളകളെ കൊണ്ട് ഹോമയാഗങ്ങളും പാനീയാഗങ്ങളും എല്ലാം. എന്താ സംഭവിച്ചേ? ദൈവത്തിന് യാഗമർപ്പിക്കുക. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അവൻ നന്ന പ്രായമുള്ളവനായി, ആയുസ് തികഞ്ഞവനായി, മാനം തികഞ്ഞവനായി ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു. തൻ്റെ അവസാന കിടക്കയുടെ മുൻപിലും ദൈവത്തിലുള്ള വിശ്വാസം ദാവീദ് വെളിപ്പെടുത്തി. ദൈവമാണ് തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തന്നത്. ദൈവമാണ് തൻ്റെ ജീവിതത്തിലെ സകലതുമുള്ളത് ദാവീദ് വെളിപ്പെടുത്തുവാൻ കാരണമായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഒത്തിരി വീഴ്ചകൾ ദാവീദിന്റെ ജീവിതത്തിലുണ്ട്. പക്ഷെങ്കിൽ ആ വീഴ്ചകൾക്ക് ശിക്ഷകൾ ദാവീദ് പ്രാപിച്ചു എന്നുള്ള സത്യമാണെങ്കിൽ തന്നെയും സ്വർഗത്തിലെ ദൈവം ദാവീദിനെ ഉയർത്തുവാൻ സാധിച്ചതിൻ്റെ കാരണം ദാവീദിന് ദൈവത്തിന് വിശ്വാസമുണ്ടായിരുന്നു. വിശ്വാസത്തോടുകൂടെ ദാവീദ് മുൻപോട്ട് കടന്നുപോയി. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം.